ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എന്തൊക്കെ എല്ലാവരും വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുകയാണ്. അൽഹംദുലില്ലാ ഞങ്ങൾക്കും സുഖമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോക്കൊക്കെ നിങ്ങൾ തന്ന സപ്പോർട്ടിന് ഒരുപാട് നന്ദിയുണ്ട്. അതുപോലെ തന്നെ നമ്മളെ തുടർന്നുള്ള വീഡിയോസിനും നിങ്ങളെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ ഒന്ന് കണ്ടോക്കാം. ഇന്ന് അത്യാവശ്യം നല്ല നേരത്തെ തന്നെ എണീറ്റിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കിച്ചണിൽ വരുന്നത് ഒരു 6:15 ആയപ്പോഴാണ്. ഒരു 6:20 ആയിട്ടുണ്ടാവും ഇപ്പോൾ സമയം. അപ്പോൾ രാവിലെ നേരത്തെ എണീറ്റ് നമ്മൾ പതിവായിട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞ് പിന്നെ ഇന്ന് എനിക്ക് ഓഫീസിൽ പോകണം കേട്ടോ. അപ്പോൾ അവിടെ ഒരു മീറ്റിംഗ് ഉണ്ട് 11 മണിയാകുമ്പം. അപ്പോൾ തന്നെ ഓഫീസിലെത്തണം. ഓഫീസ് കാവന്നൂരാണ്. അപ്പോൾ കുറച്ച് ദൂരമുണ്ട് നമ്മളിവിടുന്ന്. അപ്പോൾ അന്നുണ്ടാകുള്ള വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്ത് അതൊക്കെ റെഡിയാക്കി ഒക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ പിന്നെ കിച്ചണിക്ക് വരുന്നത്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് ദോശമാവുണ്ട്. ബൺ ദോശ ഉണ്ടാക്കാമെന്ന് വിചാരിക്കുകയാണ്. പിന്നെ കുറച്ച് ചിക്കൻ ഉണ്ടായിനി ഫ്രിഡ്ജിൽ. അപ്പോൾ അത് രാവിലെ ഞാൻ എണീറ്റപ്പോൾ തന്നെ ഐസ് വിടാനൊക്കെ പുറത്തേക്ക് എടുത്ത് വെച്ചിനി. അപ്പോൾ ഐസൊക്കെ വിട്ട് അതിൽ ഞാൻ ഉപ്പും മുളകൊക്കെ തേച്ച് വെച്ചിട്ടുണ്ട്. ഒന്ന് ഫ്രൈ ചെയ്തിട്ട് ചിക്കൻ കറി ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത്. അതേപോലെ തന്നെ നെയ്ച്ചോറും ഉണ്ടാക്കാമെന്ന് കരുതിട്ടോ. അപ്പോൾ ഇതാ നമ്മളെ ബൺദോശക്കുള്ള മാവ് നല്ല രീതിയിൽ തന്നെ പൊങ്ങി വന്നിട്ടുണ്ട്. രാത്രി മാവ് കൂട്ടി വെച്ചതാണ് ഞാൻ. ഇതിൽ പച്ചരിയും ഉഴുന്നും ചോറുമാണ് കേട്ടോ ചേർത്തിനത്. പിന്നെ അപ്പസോഡയും ചേർത്തിട്ടുണ്ടായിന്. അപ്പസോഡ ബേക്കിംഗ് സോഡ കേട്ടോ. നമ്മളവിടെ അധികം അപ്പസോഡ എന്നാണ് പറയില്ല. ചില ആൾക്കാർക്ക് അപ്പസോഡ എന്ന് കേട്ടാൽ അറിയില്ല, അദ്ദേഹം പറഞ്ഞേ. അപ്പം മാവൊക്കെ നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ബൺദോശ ചുട്ടെടുക്കാം. അപ്പോൾ ഞാനിവിടെ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഒരടുപ്പിൽ ഇതാ ദോശച്ചട്ടിയും വെച്ചിട്ടുണ്ട്. ഒരടുപ്പത്ത് നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ കടായി ചട്ടിയും വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് കോംബോ കിറ്റായിട്ട് കിട്ടിയതാണ് കേട്ടോ. ഇൻഡസ് വാലിയിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഈ ഒരു ചട്ടിയും ഈ ഒരു കടായി ചട്ടിയും അതേപോലെ തന്നെ ഈ ഒരു ദോശ ചട്ടിയും പിന്നെ വേറൊരു ഫ്രൈ പാനും പിന്നെ ഒരു കുഞ്ഞു ചട്ടിയുണ്ട്. ഞാൻ കറിയൊക്കെ വറവിട്ടെടുക്കുന്ന ഒരു ചട്ടി ഉണ്ടല്ലോ, ആ ഒരു ചട്ടിയും. ആ ചട്ടി ഇതിൻ്റെ കൂടെ ഫ്രീ ആണ് കേട്ടോ. അപ്പോൾ ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ റസീന എന്നുള്ള കൂപ്പൺ കോഡ് യൂസ് ചെയ്തിട്ട് വാങ്ങിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 12% ഡിസ്കൗണ്ട് കിട്ടും. ഞാൻ കമൻറ്റ് ബോക്സിൽ ഇതിൻ്റെ ലിങ്ക് കൊടുക്കുക. നല്ല ചട്ടിയാണ് കേട്ടോ. നമുക്ക് ഒരുപാട് കാലം യൂസ് ചെയ്യാൻ പറ്റും. ചിക്കനൊക്കെ ഫ്രൈ ചെയ്യാൻ എളുപ്പമാണ്. അപ്പോൾ ഒരു ചട്ടിയിൽ ഞാൻ എണ്ണയൊക്കെ തടവി കൊടുത്ത് ദോശക്കുള്ള മാവും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് ചെറുതായിട്ടൊന്ന് പരത്തിയെടുക്കാനേ പറ്റുള്ളൂ കേട്ടോ ബൺദോശ ആകുമ്പം. അപ്പോൾ ഇത് ഞാൻ തിരിച്ചിട്ടിട്ടില്ല. എനിക്കിതിങ്ങനെ വെള്ള കളറായിട്ട് കാണുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റത്തെ അപ്പം ഞാൻ തിരിച്ചിട്ട് കൊടുത്തില്ല. പിന്നെ ഞാൻ ഉണ്ടാക്കുന്നത് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിങ്ങനെ കയ്യിലോണ്ട് ചെറുതായിട്ടൊന്ന് പരത്തി കൊടുത്താൽ മതി. നല്ലോണം കനം കുറഞ്ഞ് പരത്തണ്ട. അപ്പുറത്തെ അടുപ്പിൽ ചിക്കന് ഫ്രൈ ചെയ്യാൻ വെച്ചിട്ടുണ്ട്. എണ്ണയൊക്കെ ചൂടായപ്പോൾ അതിലേക്ക് ചിക്കനൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ 2 പ്രാവശ്യമാക്കി ഇട്ടിട്ട് അങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാമെന്നാണ് കേട്ടോ വിചാരിക്കുന്നത്. അപ്പോൾ നമ്മൾ ദോശയും ആയിട്ടുണ്ട്. ദോശൻ്റെ മേലെ ഞാൻ കുറച്ച് ഓയിലൊന്ന് തടവി കൊടുത്തിട്ട് അതൊന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടോ. ഇതിങ്ങനെ തിരിച്ചിട്ട് കൊടുക്കുമ്പോൾ 2 വശവും നല്ല മുരിഞ്ഞ് കിട്ടും. നല്ല ടേസ്റ്റ് ആട്ടോ ഇത് കഴിക്കാൻ. എന്ത് കറിൻ്റെ കൂടെ വേണമെങ്കിലും നമുക്ക് കഴിക്കാം. ചട്നിയോ സാമ്പാറോ ഇനി ചിക്കൻ കറിയോ എന്ത് കറിയാണെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ എന്തായാലും ചിക്കൻ കറി ഉണ്ടാക്കണ്ടല്ലോ. അപ്പോൾ ഞാൻ ഇതന്നെ എടുക്കാമെന്ന് വിചാരിക്കുകയാണ് കേട്ടോ. വേറെ ഞാൻ ചട്നിയും കാര്യങ്ങളൊന്നും ഉണ്ടാക്കണില്ല. ഈ ദോശ ആയതുകൊണ്ട് എളുപ്പം ചുട്ട് കഴിയും. ഇനിയിപ്പോൾ ചോറും അടുപ്പത്ത് വെക്കണം. അപ്പം ചോറ് ഞാൻ നെയ്ച്ചോറ് ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ ചിക്കൻ ഉണ്ടല്ലോ, ചിക്കൻ കറി ഉണ്ടാക്കുമ്പോഴേക്ക് നെയ്ച്ചോറ് ആയിക്കോട്ടെ എന്ന് കരുതി. പിന്നെ ഉച്ചക്ക് ഫുഡ് കഴിക്കാൻ ഞാൻ ഉണ്ടാവില്ല കേട്ടോ. മക്കള് മഞ്ജുമോള് കൊണ്ടുപോകും ചോറ്. പിന്നെ ചിഞ്ചുമോൾക്ക് ഇന്ന് ക്ലാസ് ഇല്ല. പിന്നെ ഐഫക്കുട്ടി കുറിച്ചുനൊക്കെ സ്കൂളിലുണ്ട് ചോറ്. അപ്പോൾ ചിക്കനൊക്കെ 2 പ്രാവശ്യമൊക്കെ ഇട്ടിട്ട് ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ അതിന് കുറച്ച് ഓയിൽ ഞാൻ മാറ്റിയിട്ടുണ്ട്. ഈ ഓയിലൊക്കെ കൂടെ നമുക്ക് കറിക്ക് വേണ്ട. പിന്നെ അതിൻ്റെ ഇടയിൽ ചിക്കൻ കറിക്കുള്ള സവാളയൊക്കെ കട്ട് ചെയ്ത് വെച്ചു. അതേപോലെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ചതച്ചൊക്കെ റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊന്നും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കില്ല കേട്ടോ. നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന ചിക്കൻ കറി തന്നെയാണ്. പ്രത്യേകിച്ച് ഒന്നുമില്ല. ഉള്ളി തക്കാളിയൊക്കെ വഴറ്റിയിട്ട് നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്തത് അതിക്കിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചാണ്ട് അങ്ങനെ ഉണ്ടാക്കുന്ന ചിക്കൻ കറിയാണ് കേട്ടോ. ചിക്കൻ പിന്നെ എങ്ങനെ കറി ഉണ്ടാക്കിയാലും നല്ല ടേസ്റ്റാല്ലേ. കുട്ടികൾക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെയൊക്കെ അങ്ങനെയാണ് കേട്ടോ. ചിക്കൻ്റെ വെള്ളമായാൽ മതി, അത്രയും ഇഷ്ടമാണ് കുട്ടികൾക്കൊക്കെ. അപ്പോൾ ഞാൻ ചിക്കനിൽ ചിക്കനൊക്കെ അതിൽ ഇട്ട് കൊടുത്തു. മസാലപ്പൊടികളൊക്കെ ഇട്ടതിന് ശേഷം പിന്നെ വെള്ളമൊക്കെ ഒഴിച്ചാണ്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതവിടെ കടന്നിട്ട് വേവട്ടെ. പിന്നെ ഇപ്പുറത്തെ അടുപ്പിൽ കുക്കറിൽ നെയ്ച്ചോറും ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കുക്കറിൽ നെയ്യും കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ കേട്ടോ ഒന്ന് നെയ്ച്ചോർക്ക് എടുത്തിക്കണത്, അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലാണ് ഒഴിക്കൽ. പിന്നെ നെയ്ച്ചോറിൻ്റെ റെസിപ്പി കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ അതും. അതേപോലെ തന്നെ ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊന്നും കാണിക്കണില്ല. ഏലക്ക, കറാമ്പൂ, പട്ട അങ്ങനെയുള്ളതൊക്കെ ഇട്ട് കൊടുത്തു. പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും സവാളയൊക്കെ ഒന്ന് ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ അതിക്ക് തന്നെ
അരി കഴുകിയത് ഇട്ട് കൊടുത്തു. അരി കഴുകി ഞാൻ ഊറ്റി വെച്ചിട്ടുണ്ടേന്. അപ്പോൾ നമ്മൾ ഈ ഒരു കുക്കറിന് വായവട്ടം കുറവാണ് കേട്ടോ. അപ്പോൾ അരി ഇട്ട് കൊടുക്കുമ്പോൾ പുറത്ത് പോകും. കുക്കറൊക്കെ നല്ലതാണ് കേട്ടോ. നല്ല എയറും കാര്യങ്ങളൊക്കെ നിൽക്കും. നല്ല 1-2 വിസിലടിച്ച് കഴിഞ്ഞാൽ തന്നെ ചെറിയ സാധനങ്ങളൊക്കെ വെന്ത് കിട്ടും. പക്ഷെ ചോറ് വെക്കുമ്പോൾ അരി ഇടുമ്പോൾ ഒരു ഗതികേടാണ് കേട്ടോ എനിക്ക്. അപ്പോൾ അത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു വിസിൽ മതി. ഒരു വിസിലടിച്ച് നമുക്ക് ഓഫ് ചെയ്യാം. അപ്പം വൻദോശയൊക്കെ ചുട്ട് കഴിഞ്ഞു. ഞാൻ ഈ ഒരു ദോശയ്ക്ക് ചോറ് കുറവാണ് കേട്ടോ ചേർത്തത്. അതുകൊണ്ടാണ് ഇത് നല്ലോണം പൊങ്ങി അല്ലാത്തത്. ഒരു പാകത്ത് നമ്മൾ സാധാ ദോശനെക്കാട്ടിലും കുറച്ചൊരു കട്ടി മാത്രമേ ഉള്ളൂ. സാധാരണ ബൺദോശ നല്ല കട്ടിയുള്ള വലിയ ദോശയ്ക്കാരം, കനമുള്ള ദോശയ്ക്കാരം. ബണ്ണിൻ്റെ പോലെ തന്നെ ബണ്ണ് നല്ല പൊങ്ങിയല്ല ഉണ്ടാവുക. അപ്പോൾ നമ്മളത് ചോറ് കുറച്ച് കുറവായിട്ടാണ് കേട്ടോ. ഇങ്ങനെ ആയാലും ഇത് നല്ല ടേസ്റ്റ് തന്നെയാണ്, നല്ല സോഫ്റ്റുമാണ്. അപ്പം മക്കൾക്കും നല്ല ഇഷ്ടമാണ് കേട്ടോ ഈ ബൺദോശ. അപ്പോൾ ഇനി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കട്ടോ. ഞാനിപ്പോൾ അരിഭക്ഷണം കുറക്കൽ തന്നെയാണ്. പക്ഷേ ഇന്നിപ്പോൾ ഞാൻ രാവിലെ എനിക്ക് കഴിക്കാൻ വേറെ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. ചിലപ്പം റാഗി ഉണ്ടല്ലോ, അതുണ്ടാക്കലുണ്ട് കേട്ടോ. റാഗി ശർക്കര ഇട്ടാണ്ട് പാലും പാർന്നാണ്ട് അങ്ങനെ കലക്കി കുടിക്കും. കുറുക്കിയിട്ട് കുട്ടികൾക്ക് കുറുക്കുണ്ടാക്കണ പോലെ കുറച്ച് ലൂസാക്കി കുറുക്കിയിട്ട് അങ്ങനെ കുടിക്കല കേട്ടോ. മറ്റേ ഇപ്പോൾ ചായ കുടിക്കലില്ലല്ലോ. ചായ കുടിക്കാത്തതുകൊണ്ട് ആ ഒരു സമയത്ത് എന്തോ പോലെയാണ്. ഇന്നിപ്പോൾ രാവിലെ തിരക്കായപ്പോൾ ഞാൻ അത് ഉണ്ടാക്കിയിട്ടില്ല. അപ്പം ഇന്ന് ഈ ദോശയും ചിക്കൻ കറിയൊക്കെ കൂട്ടിയിട്ട് തന്നെ കേട്ടോ കഴിക്കണത്. അപ്പോൾ ബൺദോശയും ചിക്കൻ കറി നല്ല ടേസ്റ്റ് ഉണ്ട്. ഇനി അങ്ങനെ ചായയൊക്കെ കുടിച്ചു. ഇനിയിപ്പോൾ ചോറും ആയിട്ടുണ്ട്. അപ്പോൾ ചോറ് ഞാൻ വേറൊരു പാത്രത്തേക്ക് മാറ്റി കൊടുക്കണം കേട്ടോ. കുക്കറിൽ തന്നെ ഇരുന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ വേറും. അപ്പോൾ ഞാൻ ജീരകശാല റൈസ് വെച്ചിട്ടാണ് നെയ്ച്ചോറ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിൻ്റെ സ്മെല്ല് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നല്ലൊരു സ്മെല്ലാണ് ജീരകശാല റൈസ് കൊണ്ട് നെയ്ച്ചോറ് ഉണ്ടാക്കുമ്പോൾ. അപ്പോൾ അത് ഞാനൊരു പാത്രത്തേക്ക് ആക്കി കൊടുത്തു. പിന്നെ അണ്ടിപ്പരിപ്പും മുന്തിരിയും സവാളയൊക്കെ ഫ്രൈ ചെയ്തത് മാറ്റി വെച്ചിനി. അപ്പോൾ അതും അതിൻ്റെ മേലെ കൂടെ ഇട്ട് കൊടുത്തു. അങ്ങനെ ചോറൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. ചോറൊക്കെ ആയി. ഇനിയിപ്പോൾ മഞ്ജുമോൾക്കുള്ള ചോറ് പാത്രത്തിലാക്കി കൊടുക്കണം. മഞ്ജുമോളൊരു 8:30 ആകുമ്പോൾ പോവും. എനിക്ക് 9 മണിൻ്റെ ബസ്സിന് പോകും വേണം കേട്ടോ. അപ്പോൾ ഓൾക്കുള്ള ചോറ് ഞാൻ പാത്രത്തിലാക്കണം. അപ്പോൾ എന്നോട് പറയാണ് അതിൽ സവാള ഉണ്ടാവാൻ പാടില്ല, അണ്ടിപ്പരിപ്പും മുന്തിരിയും ഒന്നും അതിൽ പെടാൻ പാടില്ല കേട്ടോ. വെറുതെ ഇട്ട് കൊടുക്കുകയാണ് നമ്മളിത്. ചോറൊക്കെ ഉണ്ടാക്കുമ്പോൾ വെറുതെ ഒരു വീഡിയോ എടുക്കുമ്പോൾ കാണാനൊരു ഭംഗി ഉണ്ടായിക്കോട്ടെ വിചാരിച്ചിടുന്നതാണ്. അല്ലാതെ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ നമ്മളിവിടെ പുറത്ത് വെച്ചാലേ അത് കട്ടെടുത്ത് തിന്നും കേട്ടോ. പക്ഷെ ചോറിന് കിട്ടിയവർക്ക് ആർക്കും പറ്റൂല. ഒരു സാലഡും കൂടെ ഒക്കെ ഉണ്ടാക്കണം വിചാരിച്ചിന് കേട്ടോ. പക്ഷെ സമയം കിട്ടിയില്ല. ഇനിയിപ്പോൾ കുറേ സമയം കുക്ക് ചെയ്ത് നിന്നാലേ എൻ്റെ ബസ് പോവും. ബസ് പോയാൽ പിന്നെ 9 മണിൻ്റെ ബസ് പോയാൽ പിന്നെ ഗതികേടാണ്. പിന്നെ നമ്മൾ വിചാരിക്കുന്ന ടൈമിന് എത്തൂല. അപ്പോൾ കുക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ കുക്ക് ചെയ്ത പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കണം. ഇനി നമ്മൾ ചിക്കൻ കറി ഉണ്ടാക്കിയ പാത്രവും അതേപോലെ ചിക്കൻ കറി ഞാൻ വേറൊരു പാത്രത്തേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. ആ ചട്ടിയും കഴുകി വെക്കുന്നുണ്ട് കേട്ടോ. ഇത് ഇരുമ്പിൻ്റെ ചട്ടി ആയതുകൊണ്ട് അതിൽ തന്നെ അങ്ങനെ കറി ഇരുന്ന് കഴിഞ്ഞാൽ ഒരു ഇരുമ്പിൻ്റെ ചുവ വരും. അങ്ങനെ ബാക്കിയുള്ള ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാനും മീറ്റിങ്ങിനൊക്കെ പോകുന്നു കേട്ടോ. ഓഫീസിലല്ല, കാവനൂർ കമ്മ്യൂണിറ്റി ഹാളിലാണ് കേട്ടോ മീറ്റിംഗ്. അത് ഞങ്ങളെ ഹോം ഷോപ്പിൻ്റെ നമുക്ക് പ്രൊഡക്റ്റുകൾ തരുന്ന എമ്മിമാരുണ്ടല്ലോ, എമ്മിമാരും CLCമാരും ഞങ്ങൾ സാറുമാരൊക്കെ കൂടിയിട്ടുള്ളൊരു മീറ്റിംഗ് ആണ്. അപ്പോൾ ഉച്ച വരെ ഉണ്ടായിട്ടുള്ളതിന് ഉച്ച കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഹോട്ടലിൽ കയറിയതാട്ടോ. അപ്പോൾ ഞങ്ങളെ ഓഫീസിൽ എന്തെങ്കിലും മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മീറ്റിംഗ് കഴിഞ്ഞാൽ പിന്നെ ഫുഡ് കഴിച്ചിട്ടാണ് എല്ലാവരും പിരിയൽ. അപ്പോൾ അങ്ങനെ ഫുഡ് കഴിക്കാൻ വേണ്ടി കയറി. നല്ല അടിപൊളി ഊണേനി കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിന്. മീൻകറിയും സാമ്പാറും ഒക്കെ കൂടെ ഒഴിച്ചാണ്ട് ഞാൻ അങ്ങനെയാണ് കേട്ടോ കഴിച്ചത്. പിന്നെ മീൻ അയല മീനുണ്ട്, ചെമ്പല്ലി ഉണ്ട്. എനിക്ക് ഈ ചെമ്പല്ലി മീൻ ഭയങ്കര ഇഷ്ടം. അപ്പോൾ ഞാൻ ചെമ്പല്ലി മീൻ എടുത്തു. അങ്ങനെ എല്ലാവരും അവനവന് ഇഷ്ടമുള്ള മീനൊക്കെ എടുത്ത് അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ടോ. ഇപ്പോൾ ഞാൻ വീഡിയോയിൽ കാണിച്ചില്ലേ, അത് ഞങ്ങൾക്ക് അച്ചാറൊക്കെ തരുന്ന ഒരു എമ്മയാണ് കേട്ടോ. സെയിൻ എന്ന് പറയും ഓരോ പ്രൊഡക്റ്റിൻ്റെ പേര്. അതാണ് സെയിൻ. മാങ്ങച്ചാറ്, അതേപോലെ നാരങ്ങച്ചാറ്, വെളുത്തുള്ളി, കാരക്ക, പപ്പായ, ചേന, അങ്ങനെ ഒരുപാട് വെറൈറ്റി അച്ചാറുകളുണ്ട് ഓരോ കയ്യിൽ. പിന്നെ അതേപോലെ വേറെ ഉണ്ട് കേട്ടോ. ഒരുപാട് പ്രൊഡക്റ്റുകളുണ്ടല്ലോ ഞങ്ങൾക്ക്. ഞാൻ വീഡിയോയിൽ കാണിക്കലുണ്ടല്ലോ നമ്മൾ ഹോം ഷോപ്പത്തെ പ്രൊഡക്റ്റുകളെ കുറിച്ചിട്ടൊക്കെ കാണിക്കലുണ്ട്. അപ്പോൾ അതൊക്കെ ഉണ്ടാക്കുന്ന ആൾക്കാരാണ് ഇവരൊക്കെ കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഇടയ്ക്ക് ഞങ്ങളൊക്കെ കൂട്ടിയിട്ട് മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ നടത്തും. നമ്മളെ കച്ചവടത്തിനെ കുറിച്ചിട്ടൊക്കെ പറയാനും കൂടുതൽ സെയിൽ ഉണ്ടാവാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യേണ്ടതെന്നൊക്കെ എല്ലാവരും കൂടിയിട്ട് അങ്ങനെ ആലോചിച്ച് അങ്ങനെ ഓരോ തീരുമാനങ്ങളൊക്കെ എടുക്കും. അതാണ് അങ്ങനത്തെ മീറ്റിംഗ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു. പിന്നെ ഇടവണ്ണക്ക് ഞങ്ങളൊരു സാറും അതേപോലെ തന്നെ ഒരു CLC ഉണ്ടായിരുന്നു. ഇടവണ്ണക്ക് പോരുന്നുണ്ടായിരുന്നു കേട്ടോ. അവിടെ
എന്താ HSOമാരെ ഒരു മീറ്റിംഗ് ഉണ്ട്, HSOമാരല്ലേ KSSമാരെ ഒരു മീറ്റിംഗ് ഉണ്ട്. അപ്പം അവർക്ക് അങ്ങോട്ട് പോരണ്ടേനി. അപ്പോൾ അവരുടെ കൂടെ ഇടവണ്ണ വരെ പോന്നു. പിന്നെ അവിടുന്ന് ഞാൻ നിലമ്പൂർക്കുള്ള ബസ് എത്തിയപ്പോൾ ബസ്സിൽ കയറി. പിന്നെ നിലമ്പൂരിൽ നിന്ന് കരുളായിക്ക് ബസ് കയറണം കേട്ടോ. അപ്പം കരുളായി എത്തി. അപ്പോൾ ഞാൻ ചിഞ്ചുമോളെ വിളിച്ചിട്ടുണ്ട് എന്നെ കൊണ്ടുവരാൻ വരുമോ ചോദിച്ചിട്ട്. അപ്പോൾ അവളോട് റേഷൻ കാർഡ് എടുക്കാൻ പറഞ്ഞു കേട്ടോ. എന്നാൽ മാവേലി സ്റ്റോറിൽ ഒന്ന് കയറാലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഇന്ന് നേരത്തെ എത്തിയിട്ടുണ്ട്, ഉച്ചയായപ്പോഴത്തിന് മീറ്റിംഗ് കഴിഞ്ഞതുകൊണ്ട്. അപ്പോൾ ഒരു 3 മണിക്കായപ്പോഴത്തിന് തന്നെ കരുളായിലെത്തി. അപ്പോൾ ഇതാ മാവേലി സ്റ്റോറിൽ കയറിയതാട്ടോ. അവിടെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. ഞാനിവിടെ നിന്ന് തന്നെയാണ് അധികം സാധനങ്ങളൊക്കെ കൊണ്ടുപോകല്. ചിലപ്പോൾ വീഡിയോ എടുക്കും, ചിലപ്പോൾ വീഡിയോ എടുക്കൂല. ഇന്നിപ്പോൾ അങ്ങനെ വീഡിയോ എടുത്തിട്ടുണ്ട് കേട്ടോ. അതാ ഇവിടെ ഈ പാലപ്പത്തിൻ്റെ മിക്സൊക്കെ ഉണ്ടല്ലോ, അപ്പം പൊടി, പാലപ്പം പൊടി, ഇത് തേങ്ങാപ്പാൽ മിക്സ് ചെയ്തുകൊണ്ട് അങ്ങനെ ഉണ്ടാക്കുന്ന പാലപ്പത്തിൻ്റെയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഉണ്ടേനി, അതൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് ഞാൻ. പിന്നെ പുട്ടുപൊടിയൊക്കെ നമ്മളെ ഹോം ഷോപ്പിലത്തെ പ്രൊഡക്റ്റ് തന്നെ ഉണ്ട്, നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് പുട്ടുപൊടിയൊന്നും വാങ്ങിച്ചിട്ടില്ല. പിന്നെ ഞാൻ ഓട്സ് വാങ്ങിച്ചു. അതേപോലെ തന്നെ ആട്ടപ്പൊടി കൊണ്ട് ഉണ്ടാക്കുന്ന ആട്ടപ്പൊടി കൊണ്ടല്ല, ഗോതമ്പ് വെച്ചിട്ടുണ്ടാക്കുന്ന പുട്ടുപൊടി ഉണ്ടല്ലോ, അത് വാങ്ങിച്ചൊരു പാക്കറ്റ്. പിന്നെ ഒരു എണ്ണക്കുപ്പി വാങ്ങിച്ച്. പിന്നെ അതേപോലെ ചെറുപയർ, കടല, അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഉണ്ട് കേട്ടോ. കടല ഞാൻ വാങ്ങിയിട്ടില്ല, വെള്ളക്കടല കുട്ടികൾക്ക് ഇഷ്ടമല്ല. അതേപോലെ തന്നെ ചെറുപയർ, വൻപയർ, അങ്ങനെയുള്ള ഐറ്റംസൊക്കെ വാങ്ങിച്ചു. പിന്നെ മക്കൾക്ക് ഇഷ്ടമാണ് ഈ നൂഡിൽസ്, അപ്പോൾ അതിൻ്റെ വലിയൊരു പാക്കറ്റ് ഉണ്ടായിന്, അപ്പോൾ അതും വാങ്ങി. പിന്നെ കടുക്, ഉലുവ, ജീരകം, പഞ്ചസാര, അങ്ങനെയുള്ള ഐറ്റംസൊക്കെ കുറേശ്ശെ വാങ്ങിച്ചിട്ടോ. അങ്ങനെ അതൊക്കെ വാങ്ങി അവിടെ നിന്ന് പോന്നു. പിന്നെ മീൻകടയിൽ കയറി. അപ്പോൾ നല്ല മത്തി ഉണ്ട്, അയലുണ്ട്. അപ്പോൾ മത്തി അയിലൊന്നും ഞാൻ വാങ്ങിയിട്ടില്ല. ഞാൻ ആവോലി ഉണ്ടല്ലോ അത് വാങ്ങി. അത് അയാൾ തന്നെ നന്നാക്കി തന്നും ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മളെ വണ്ടീൻ്റെ ഓയിൽ മാറ്റാനുണ്ടായിന്. കുറേ ദിവസത്തേക്കാണ് ഓയിൽ മാറ്റണം വിചാരിക്കണം. അപ്പോൾ ഇന്ന് അതും കൂടിയാണ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇനി വണ്ടീൻ്റെ പുക പരിശോധിക്കണം. അപ്പോൾ അതും കൂടി കഴിഞ്ഞ് വരുമ്പോഴത്തേന് മക്കൾ സ്കൂളിൽ വരുമ്പോഴത്തേന് വീട്ടിലെത്തൂല. അപ്പോൾ അത് പിന്നൊക്കെ ആക്കിട്ടോ. പിന്നെ നമ്മളെ ഹസ്ബൻഡുമാർ വീട്ടിലില്ലെങ്കിൽ അറിയാലോ, എല്ലാത്തിനും നമ്മൾ തന്നെ പോകണ്ടേ. ഒരു വീടാകുമ്പോൾ നമുക്ക് എന്തൊക്കെ കാര്യങ്ങളുണ്ടാവില്ലേ ചെയ്യാൻ. റേഷൻ കടയിൽ പോകണം, അതേപോലെ സാധനങ്ങളൊക്കെ ഇപ്പോൾ വാങ്ങണമെങ്കിലൊക്കെ നമ്മൾ തന്നെ പോകണ്ടേ. നമുക്ക് ആവശ്യമുള്ളതൊക്കെ വാങ്ങണം എന്നുണ്ടെങ്കിൽ കടയ്ക്ക് വിളിച്ച് പറഞ്ഞാൽ അവർ കൊണ്ടുവന്ന് തരും. എന്നാലും അങ്ങനെയല്ല, നമ്മളിങ്ങനെ നോക്കി വാങ്ങിക്കുമ്പോൾ അങ്ങനെയാണല്ലോ. പലചരക്ക് സാധനങ്ങളൊക്കെ ഞാൻ അങ്ങനെ തന്നെ കേട്ടോ, വാട്സപ്പിൽ ലിസ്റ്റ് ഇട്ട് കൊടുക്കും. അപ്പോൾ അവർ വീട്ടിലേക്ക് കൊണ്ടുവന്ന് തരും. പിന്നെ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് നോക്കി വാങ്ങിക്കേണ്ടതൊക്കെ ഉണ്ടാവുമല്ലോ. അങ്ങനത്തെയൊക്കെ പിന്നെ ഞാൻ ഇതേപോലെ എന്തിനേലൊക്കെ പുറത്തേക്കൊക്കെ പോകുമ്പോൾ അങ്ങനെയൊക്കെ വാങ്ങിക്കും. അങ്ങനെ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ കുറച്ചൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ളതൊക്കെ കട വെച്ചിരുന്നു കേട്ടോ. അപ്പോൾ ഒക്കെ കൂടെ എടുത്തേക്കാൻ സമയമില്ല. ഇനിയിപ്പോൾ കുളിച്ച് അസർ നിസ്കരിക്കണം, അങ്ങനെയൊക്കെ പണിയുണ്ട്. അപ്പോൾ മക്കൾ ചായയൊക്കെ കുടിച്ചിട്ടുണ്ട്. ഞാൻ വന്നപ്പോൾ സമൂസ കൊണ്ടുവന്നിനി, ചിഞ്ചുമോള് ചായ ഉണ്ടാക്കിനി. അപ്പോൾ അതുകൊണ്ട് ഒരു ചായ കുടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് ഇപ്പോൾ ഒരു തൊണ്ട വരളലാണ്, ഭയങ്കര ഒരു ദാഹം പോലെയാണ് കേട്ടോ. അപ്പോൾ ഇപ്പം എൻ്റെ ഏക ആശ്രയം പറഞ്ഞാൽ ഈ ഒരു റാഗിയാണ് കേട്ടോ. അപ്പോൾ റാഗിപ്പൊടി തീർന്നിട്ടുണ്ടായിന്. അപ്പോൾ അതൊരു പാക്കറ്റ് ഞാൻ വാങ്ങിച്ച്. ഇതൊക്കെ നമ്മളെ ഹോം ഷോപ്പിലുള്ള പ്രൊഡക്റ്റുകൾ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ പുറത്തുനിന്ന് അങ്ങനെ വാങ്ങിക്കലില്ല, നമ്മളെ ഷോപ്പിൽ നിന്ന് തന്നെ എടുക്കലാണ്. അപ്പോൾ നമ്മളെ ഷോപ്പിലത്തൊക്കെ തീർന്നിട്ടുണ്ട്. ഇനി വാങ്ങിയിട്ട് വേണം, കൊണ്ടുവന്നിട്ട് വേണം. സാധനങ്ങളൊന്നും ഇറക്കിയിട്ടില്ല കേട്ടോ, ഈ മാസം ഇറക്കാനാവണുള്ളൂ. അപ്പോൾ റാഗിയൊക്കെ ഞാൻ ഒരു ബോട്ടിൽക്കൊക്കെ ആക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് പാലും കുറച്ച് വെള്ളം ഒഴിച്ചാണ്ട് അതിൽക്കൊരു 2 സ്പൂണ് റാഗിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ചിലപ്പം മധുരടലില്ല കേട്ടോ, ഉപ്പിട്ടാണ്ടാണ് ഇത് ഉണ്ടാക്കൽ. അപ്പോൾ ഇന്നലെ മിഞ്ഞാന്നിട്ട് കമൻറ്റ് ബോക്സിൽ പറഞ്ഞിന് ശർക്കര ഇടുന്നതിന് കുഴപ്പമില്ല, മധുരത്തിന് കുറച്ച് ശർക്കരയൊക്കെ ഇടാന്നൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പോൾ ഞാൻ ചെറിയൊരു കഷ്ണം ശർക്കര ഇട്ട് കൊടുത്തിരിക്കണേക്ക്, ചെറിയൊരു മധുരം ഉണ്ടായിക്കോട്ടെ വിചാരിച്ചിട്ട്. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ട് പിന്നെ അടുപ്പത്ത് വെച്ചിട്ട് നമ്മൾ കുറുക്കിയെടുക്കുക. അത് എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയും. പിന്നെ ഞാനിത് കുറച്ച് ലൂസായിട്ടാണ് കേട്ടോ ഉണ്ടാക്കുക, എനിക്ക് അങ്ങനെയാണ് ഇഷ്ടം. നമുക്ക് ദാഹം മാറും, ക്ഷീണവും മാറും, വിശപ്പും മാറും, ഒക്കെ മാറും ഇങ്ങനത്തെ കുടിച്ചാൽ. ഇന്ന് ഉച്ചയ്ക്ക് നല്ലോണം അത്യാവശ്യം ഫുഡ് കഴിച്ചാണ് കേട്ടോ. ഇന്ന് എല്ലാവരും ഉണ്ടായപ്പോഴേ നല്ല വാഴൻ്റെ ഇലയിലുള്ള മീൻകറിയും സാമ്പാറും ഒക്കെ കൂടെ കൂട്ടി കുഴച്ച് കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റും ഉണ്ടായിന്. അപ്പോൾ എന്തായാലും ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ കേട്ടോ. അപ്പോൾ എൻ്റെ ജോബിനെ കുറിച്ചിട്ടൊക്കെ ഓരോ കൂട്ടുകാർ ചോദിക്കാറുണ്ട്. ഞാൻ പല വീഡിയോസിലും പറയലുണ്ട്. അപ്പോൾ പഴയ വീഡിയോസൊക്കെ ഒന്ന് നോക്കിയാൽ മതി. അപ്പോൾ ഇൻഷാ അല്ലാഹ് നാളെ കാണാം.